തിരുവനന്തപുരം ശംഖുമുഖം കടപ്പുറത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു പുണ്യപുരാതനമായ ഹിന്ദു ക്ഷേത്രമാണ് ശംഖുമുഖം ദേവീക്ഷേത്രം. മഹിഷാസുരമർദ്ദിനിയായ ദുർഗാദേവിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. തിരുവിതാംകൂർ രാജകുടുംബവുമായി ഏറെ ബന്ധമുള്ള ഈ ക്ഷേത്രം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത്. ദേവി നീയേ തുണൈ തെന്മധുരൈ വാഴ്മീനലോചനി ദേവി നീയേ തുണൈ തെന്മധുരൈ വാഴ്മീനലോചനി. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് ശംഖുമുഖം ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തിയാണ് മാർത്താണ്ഡവർമ്മ നടത്തിയിരുന്നത്. പത്മനാഭസ്വാമി വിഗ്രഹം എഴുന്നള്ളിച്ച് കിഴക്കേ മണ്ഡപത്തിൽ വെച്ച ശേഷം മാർത്താണ്ഡവർമ്മ ചക്രതീർത്ഥത്തിൽ മുങ്ങിക്കുളിച്ച ശേഷമാണ് ആറാട്ട് നടത്തിയിരുന്നത്. തുടർന്ന് ദേവീ ദർശനം നടത്തി ആറാട്ട് ഘോഷയാത്ര മടങ്ങും. പത്മനാഭൻ വർഷത്തിൽ 2 തവണ ആറാട്ടിന് വരുമ്പോൾ സമീപത്തുള്ള എയർപോർട്ടിൻ്റെ റൺവേ അന്നേ ദിവസം തുറന്നു കൊടുക്കുകയും ഈ റൺവേ വഴിയാണ് ആറാട്ടിനായിട്ട് കടന്നു പോകുന്നത്. പുരാതന കാലം മുതൽക്കേ തന്നെ കൊട്ടാരത്തിൽ നിന്നും ദേവിക്ക് കാണിക്കയായി 16.25 പണം സമർപ്പിക്കുന്ന ഒരു ചടങ്ങ് ഇപ്പോഴും ആചരിച്ച് വരുന്നുണ്ട്. തെക്കൻ തിരുവിതാംകൂറിലെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരത്തെ ശംഖുമുഖം ദേവീക്ഷേത്രം. ശാന്തസ്വരൂപിണി ഭാവത്തിലുള്ള ദേവീ ചൈതന്യം ഭക്തരുടെ സന്തത സഹചാരിയാണെന്നാണ് വിശ്വാസം. എവിടെ നിന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാലും അത് സാർത്ഥകമാകുമെന്നും പ്രാർത്ഥന ദുഷ്ടചിന്തയിൽ അധിഷ്ഠിതമാണെങ്കിൽ തിരിച്ചടിയാകും ഫലമെന്നും ഭക്തർ ഉറച്ചു വിശ്വസിക്കുന്നു. ശംഖും ചക്രവും അമ്പും വില്ലുമേന്തിയ ചതുർബാഹുവായ രൂപത്തിലുള്ള മഹിഷാസുരമർദ്ദിനിയാണ് പ്രതിഷ്ഠ. മഹിഷാസുര വധത്തിനു ശേഷം ഇവിടെ എത്തിയ ദേവിക്ക് പിന്നിൽ ശിവഭഗവാൻ സ്ഥാനമുറപ്പിച്ചതുകൊണ്ടാണ് ദേവി ശാന്തസ്വരൂപിണിയായതെന്നാണ് ഐതിഹ്യം. ജീവിതത്തിൽ എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും ആ തടസ്സത്തിനെ മാറ്റുന്നതിനും ഭഗവതിയുടെ സാന്നിധ്യം അനുഭവവേദ്യമാക്കുവാൻ വേണ്ടിയിട്ട് പൗർണമി ദിന ദർശനം എന്ന് പറയുന്നത് വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ ശ്വാസതടസ്സം തുടങ്ങിയ അസുഖങ്ങൾ മാറുവാൻ വേണ്ടിയിട്ട് പാളയും കയറും നടക്കിവയ്പ്പ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വഴിപാട് ശംഖുമുഖം ദേവീക്ഷേത്രത്തിൽ പുരാതന കാലം മുതൽ തന്നെ ഉണ്ട്. ആ നമ്മൾ വാങ്ങിച്ചു വയ്ക്കുന്ന പാളയും കയറും കൊണ്ട് വെള്ളം കോരി ഭഗവതിയെ അഭിഷേകം ചെയ്ത് ആ അഭിഷേക തീർത്ഥം കുടിച്ച് ഒരു പൗർണമി ദിവസം പൗർണമി പൂജയോടുകൂടി ഭഗവതിയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങിക്കുക എന്നുള്ളതാണ് ആ പാളയും കയറും നടക്കിവയ്പ്പ് എന്ന് പറയുന്ന വഴിപാടിൻ്റെ പൂർണ്ണത. ശ്രീകോവിലിനുള്ളിൽ ദേവീ വിഗ്രഹത്തിന് വലത്തായി സാളഗ്രാമത്തിലുള്ള ശിവലിംഗം കാണാം. ഉപദേവതകൾ ഇവിടെയില്ല. ഗർഭഗൃഹത്തിലാണ് ദേവീ പ്രതിഷ്ഠ എന്നതും ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. ഉൾഭാഗം ചതുരാകൃതിയിലും പുറംഭാഗം വൃത്താകൃതിയിലുമായാണ് ഗർഭഗൃഹമുള്ളത്. എന്നാൽ ചതുരത്തിനും വൃത്തത്തിനുമിടയ്ക്ക് ഇടനാഴിയില്ല. മണ്ണ് മൂടിയ നിലയിലാണിത്. ഗർഭഗൃഹത്തിനുള്ളിൽ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ അനവധിയുണ്ടെങ്കിലും ഇത്തരത്തിലൊന്ന് ഒരിടത്തും കാണുവാനാവില്ല. യുഗാബ്ദങ്ങളുടെ പഴക്കം ക്ഷേത്രത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്ഷേത്രം മണ്ണിനടിയിൽപ്പെട്ട് ഇടനാഴി മൂടിയതാകാമെന്നാണ് പുരാരേഖാ വകുപ്പ് അധികൃതരുടെ നിഗമനം. എന്നാൽ ക്ഷേത്രത്തെ സംബന്ധിച്ചുള്ള ചരിത്രരേഖകൾക്ക് കൃത്യത കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മൂന്ന് ഐതിഹ്യങ്ങളാണ് ക്ഷേത്രോൽപത്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. മണൽക്കുന്നുകളാൽ നിറഞ്ഞ ഇവിടെ തപസ്സനുഷ്ഠിച്ചിരുന്ന ദേവിയെ അസുരഗുരുവായ ശുക്രാചാര്യനും പത്നി ജയന്തിയും
ശംഖനാദം മുഴക്കി ഉണർത്തി. തൃക്കൺ തുറന്ന ദേവി കണ്ടത് ശംഖുമായി നിൽക്കുന്ന ശുക്രാചാര്യരുടെ മുഖമാണ്. തപസ് നീണ്ടുപോയതോടെ ദേവിയെ പ്രത്യക്ഷപ്പെടുത്താനായാണ് ശുക്രാചാര്യൻ ശംഖനാദം മുഴക്കിയത്. ശംഖുമായി നിൽക്കുന്ന ശുക്രാചാര്യരുടെ മുഖം ദേവി കണ്ടു എന്ന അർത്ഥത്തിലാണ് പ്രദേശത്തിന് കാലാന്തരത്തിൽ ശംഖുമുഖമെന്ന് പേര് വന്നതെന്ന് പഴമക്കാർ പറയുന്നു. എന്നാൽ ദേവി പ്രതിഷ്ഠ പരശുരാമനാൽ സ്ഥാപിക്കപ്പെട്ടതാണെന്നും മറ്റൊരു വിശ്വാസം. ജമദഗ്നി മഹർഷിയുടെ ആജ്ഞയിൽ മാതാവായ രേണുകയെ വധിച്ച പരശുരാമൻ പാപപരിഹാരത്തിനായി പ്രതിഷ്ഠ ചെയ്ത് ബലിതർപ്പണം നടത്തിയ 108 ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശംഖുമുഖം ദേവീക്ഷേത്രമെന്നും പറയുന്നു. പരശുരാമൻ ശിവപ്രതിഷ്ഠയാണ് നടത്തിയതെന്നും കാലപ്പഴക്കത്തിൽ ജീർണാവസ്ഥയിലെത്തിയ ക്ഷേത്രത്തിലെ ശിവപ്രതിഷ്ഠ പിൻതലമുറക്കാർ മാറ്റി ദേവിയെ പ്രതിഷ്ഠിക്കുകയായിരുന്നുവെന്നും പറയുന്നുണ്ട്. പരശുരാമ സാന്നിധ്യമാണ് ക്ഷേത്ര ഐതിഹ്യത്തിൽ നിലകൊള്ളുന്നത്. പരശുരാമ പരമ്പരയിൽപ്പെട്ട സന്യാസിവര്യന്മാർ ഇവിടെ തപസ് അനുഷ്ഠിച്ചിരുന്നതായുള്ള ചില തെളിവുകളാണ് പരശുരാമ സാന്നിധ്യം ഉറപ്പിക്കുന്നത്. മീനമാസത്തിലെ കാർത്തിക നക്ഷത്രത്തെ അടിസ്ഥാനമാക്കിയാണ് ഇവിടെ ഉത്സവം. പൗർണമി പൂജയാണ് പ്രത്യേകത. ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കും മംഗല്യഭാഗ്യത്തിനും വിദ്യാഭ്യാസ നേട്ടത്തിനും രോഗശമനത്തിനും ക്ഷേത്രത്തിൽ പൗർണമി പൂജ നടത്തുന്നുണ്ട്. പുഴുക്കാണ് പ്രധാന നൈവേദ്യം. എല്ലാ കാർത്തിക നാളിലും പുഴുക്ക് നൈവേദ്യം ദേവിക്ക് സമർപ്പിക്കുന്നു. അറിവമ്മ അലിവമ്മ. അന്യരുടെ കുറ്റവും കുറവും കാണുകയും പറയുകയും ചെയ്യുന്നവർക്ക് സാധനയിൽ ഒരിക്കലും പുരോഗതി കൈവരിക്കാൻ കഴിയില്ല. ആരെയും മനസ്സ വാച കർമ്മണ ദ്രോഹിക്കരുത്. ജീവജാലങ്ങളോട് ദയ കാട്ടണം. അഹിംസയാണ് പരമമായ ധർമ്മം. അമ്മയുടെ വാക്കുകളിലൂടെ നമ്മുടെ മനസ്സ് ഉണരട്ടെ.